back to another vlog, guys. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് ആദ്യത്തെ ലോഡ് എടുത്ത് ഇവിടെ രാമാപുരത്ത് ട്രേഡ് സെൻറ്റർ ഉണ്ട്, വേൾഡ് ട്രേഡ് സെൻറ്റർ, അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലോഡ് കയറ്റിയിട്ടുണ്ട്, ഒരു 4 ബോക്സാണ് കയറ്റിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഇത് കത്തിപ്പാറ ഫ്ലൈ ഓവറിൻ്റെ മുകളിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സമയം 6:20. അപ്പോൾ ഈ ലെഫ്റ്റ് ഇറങ്ങിയിട്ട് വേണം നമുക്ക് പട്ട് റോട്ടിൽ കയറാൻ. അപ്പോൾ ഇത് കത്തിപ്പാറ ബ്രിഡ്ജ് എന്ന് പറയും, ഫ്ലൈ ഓവർ എന്ന് പറയും. അപ്പോൾ നമുക്ക് ഈ ഫ്ലൈ ഓവർ മേലെ നിന്ന്, അതായത് വിമാനത്തിലൊക്കെ വരുമ്പോൾ നോക്കുമ്പോൾ ഒരു ബട്ടർഫ്ലൈ മോഡലാണ്. ഇവിടുത്തെ മിക്ക ഫ്ലൈ ഓവേഴ്സ് അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ പട്ട് റോട്ടിൽ കയറി. എവിടെയാണ് സെൻറ്റ് തോമസ് മൗണ്ടൻ ഉള്ളത്. അപ്പോൾ ഇനി ഒരു 1.5 കിലോമീറ്ററിലാണ് നമ്മുടെ ഡ്രോപ്പ് ലൊക്കേഷൻ. അപ്പോൾ ഗൈസ്, നമ്മൾ അത് ഇറക്കി അടുത്ത ലോഡ് കയറ്റി നമ്മൾ നിമിലി എന്ന് പറഞ്ഞ സ്ഥലം, റാണിപ്പേട്ട ഡിസ്ട്രിക്റ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഏതാണ്ട് 86 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ 3 മണിക്കൂർ അടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വാണകരം ആ ഭാഗത്തു കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ വാണകരം ഏരിയ ആണ്. ഇനിയിപ്പോൾ നമ്മൾ ബാംഗ്ലൂർ ബൈപ്പാസിൽ വന്ന് കയറും. അപ്പോൾ ഇത് നമ്മൾ ബാംഗ്ലൂർ ബൈപ്പാസിൽ കയറിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ഒരേ സ്ട്രെച്ചാണ്. ഒരു 18 കിലോമീറ്റർ കഴിഞ്ഞാൽ നമ്മൾ ആറക്കോണം ബൈപ്പാസിലേക്ക് കയറും. അപ്പോൾ ഇപ്പോൾ അതേ പൂന്തമല്ലിയുടെ അടുത്തൊക്കെ എത്താറായി. നമ്മൾ പൂന്തമല്ലി ഫ്ലൈ ഓവറാണിത്. ഇവിടെ പിന്നെ ഫ്ലൈ ഓവറിന് ഒരു ക്ഷാമം ഉണ്ടാവില്ല. അപ്പോൾ ഇപ്പം നമ്മൾ ഇവിടെ വന്ന് കയറി, അറക്കോണം ബൈപ്പാസിൽ വന്ന് കയറി. അപ്പോൾ അത് ഏതാണ്ട് നമ്മളൊരു 48 കിലോമീറ്റർ കടന്നു വന്നിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ പോകുന്ന വഴിയിൽ നല്ല അടിപൊളി കാഴ്ചകളാണ് ഓരോ സ്ഥലത്തും ഉള്ളത്. എവിടെ നോക്കിയാലും പച്ച എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ കൂടെ 2-3 പിള്ളേരും ഉണ്ട്. അപ്പോൾ ഇവരുടെ ലോഡ് എടുത്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു വെള്ളം കാണാം റോട്ടിൽ, കണ്ടോ? അപ്പുറത്തെ വെള്ളം ഇപ്പുറത്തേക്ക് ട്രാൻസ്ഫറായി പോയിക്കൊണ്ടിരിക്കുക. കുറേ പേര് ഇവിടെ വണ്ടിയൊക്കെ നിർത്തി കഴുകുന്നുണ്ട് കേട്ടോ. അപ്പോൾ യാത്രയിൽ ഇതൊരു കൗതുകമായി ഒരു സംഭവമായിരുന്നു. റോട്ടിൽ കൂടെ വെള്ളം പാസ് ചെയ്യും, അവിടെ വെള്ളം വണ്ടി നിന്ന് കഴുകുന്നു. അങ്ങനെ നമ്മൾ അറക്കോണത്തിൻ്റെ അടുത്തൊക്കെ എത്തി. ഇനിയിപ്പോൾ റാണിപ്പേട്ട ഡിസ്ട്രിക്റ്റിൽ ഈ റെയിൽവേ ക്രോസ് നമ്മൾ പാലം കടന്നു പോകണം നമുക്ക്. ഇനിയിപ്പോൾ ഇറക്കാൻ ആകെ ഒരു 9 കിലോമീറ്ററുള്ള ഇറക്കേണ്ട സ്ഥലത്തേക്ക്. അപ്പോൾ നമ്മൾ ഇറക്കേണ്ട ഭാഗത്തേക്കൊക്കെ എത്തി തുടങ്ങി. ഇത് റാണിപ്പേട്ട ഡിസ്ട്രിക്റ്റ് എന്ന് പറയും. അപ്പോൾ ഇവിടെ നിന്ന് ഇനി നമുക്ക് ഇറക്കേണ്ട സ്ഥലത്തേക്ക് ഒരു 4 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ ഇറക്കാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോഴാണ് അതിമനോഹരമായ വേറൊരു ബ്യൂട്ടിഫുൾ വ്യൂ കണ്ടത്. അപ്പോൾ ഇത് കണ്ടു. നാട്ടിലുള്ളവർക്ക് ഇത് വലിയ പുതുമയായിരിക്കില്ല, പക്ഷേ ഞങ്ങൾക്ക് സിറ്റിയിൽ വാഴുന്നവർക്ക് ഇതൊരു ഡിഫറെൻ്റാണ്. അപ്പോൾ നമ്മൾ ലോഡൊക്കെ ഇറക്കി തിരിച്ച് വരുന്ന സമയത്ത് ഞാൻ നിർത്തി 2-3 ക്ലിപ്പുകൾ എടുത്തു. അപ്പോൾ ഇതൊക്കെയാണ് ക്ലിപ്പുകൾ, ഈ റാണിപ്പേട്ട ഡിസ്ട്രിക്റ്റിലെ വിഷ്വൽ. അപ്പോൾ നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫുഡ് കഴിക്കണം. അപ്പോൾ ഏതാണ്ട് സമയം ഒരു 1:15 ആയിട്ടുണ്ട്. അപ്പോൾ പോകുന്ന വഴിയിൽ ഒരു അടിപൊളി തട്ടുകട കണ്ടു. അപ്പോൾ അവിടെ നിന്ന് 2 പൊറോട്ടയും താറാവിറച്ചിയും ഒരു ഓംപ്ലേറ്റും മേടിച്ച് നീങ്ങി. അങ്ങനെ അത് ഒരു സൈഡിൽ വണ്ടി നിർത്തി വെള്ളമൊക്കെ വെച്ച് കഴിച്ച് നമ്മൾ അടുത്ത യാത്ര തുടങ്ങി. അപ്പോൾ നമ്മൾ അടുത്ത യാത്ര നമ്മൾ പോകുന്നത് അറക്കോണത്തേക്കാണ്. അപ്പോൾ നമ്മൾ അടുത്ത യാത്രയിൽ വേറൊരു ലോഡ് കയറ്റാൻ പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടുന്ന് ക്രോംപേട്ട് ചെന്നൈയിലേക്കാണ് ലോഡുള്ളത്. അപ്പോൾ ആ ലോഡൊക്കെ കയറ്റി നമുക്ക് ബില്ല് കയ്യിൽ കിട്ടുമ്പോൾ ഏതാണ്ട് 7:30 4:30 ലോഡ് കയറ്റിയതാണ്. അപ്പോൾ ഇവിടുന്ന് ഏതാണ്ട് 44 കിലോമീറ്ററോളം നമുക്ക് ഇറക്കേണ്ട സ്ഥലത്തേക്കുണ്ടത്. അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ട് ഈ ബൈപ്പാസ് കയറി, ഇത് അറക്കോണം ചെന്നൈ ബൈപ്പാസാണ്. ഇനി നമ്മൾ ബാംഗ്ലൂർ ചെന്നൈ ബൈപ്പാസിൽ കയറും. അപ്പോൾ നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. സമയം ഏതാണ്ട് 8:45 ആയി തുടങ്ങിയിട്ടുണ്ട്. ഈ റോട്ടിൽ എപ്പോഴും തിരക്ക് കുറവായിരിക്കും, അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി നമ്മളിത് കുറച്ചും കൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ബാംഗ്ലൂർ ചെന്നൈ ബൈപ്പാസിൽ കയറും. അപ്പോൾ ഇതാ നമ്മൾ ചെന്നൈ ബാംഗ്ലൂർ ബൈപ്പാസിൽ കയറി. ഇതിലങ്ങനെ നേരെ പോയി കഴിഞ്ഞാൽ ബാംഗ്ലൂർ, ഗുജറാത്തൊക്കെ പോകാം. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് തിരിച്ച് ഇനി കുണ്ട്രത്തൂർ ശ്രീപെരുമ്പത്തൂർ മെയിൻ റോഡിൽ കയറും. ഇത് ഹുണ്ടായി കാറോളുടെ ഇതാണ്. അപ്പോൾ നമ്മളിത് ശ്രീപെരുമ്പത്തൂർ കുണ്ട്രത്തൂർ മെയിൻ റോഡിൽ വന്ന് കയറിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ നിന്ന് റൈറ്റ് എടുത്ത്
നമ്മൾ വേറൊരു ചെറിയൊരു ഗ്രാമത്തിൻ്റെ ഉള്ളിൽ കൂടെ പോകും. അപ്പോൾ ഇതാണത്, ആകെ ഇരുട്ടാണ്. ഇനി നമ്മളെ ഇറക്കേണ്ട സ്ഥലത്തേക്ക് ഒരു 12-13 കിലോമീറ്ററും കൂടിയുണ്ട്. ഇനി നമ്മൾ താമ്പരത്തിൻ്റെ അടുത്തൊക്കെ എത്താറാവും. അപ്പോൾ ഇത് നമ്മൾ ഔട്ടർ റിംഗ് റോഡിൻ്റെ അവിടെ എത്തി. ആ നേരെ കാണുന്ന പാലമാണ് റിംഗ് റോഡ് ബൈപ്പാസ്. അപ്പോൾ നമ്മളിത് താമ്പരം വെസ്റ്റിൻ്റെ അവിടേക്ക് എത്തിയിട്ട് തുടങ്ങി. അപ്പോൾ നമ്മൾ ഇനി ഇറക്കേണ്ട സ്ഥലത്തേക്ക് ഒരു 7 കിലോമീറ്റർ കൂടിയുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ ലോഡൊക്കെ ഇറക്കി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഇറക്കേണ്ട സ്ഥലത്ത്. അപ്പോൾ അതൊക്കെ ഇറക്കി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ എയർപോർട്ടിൻ്റെ അവിടെ എത്തി. അപ്പോൾ നമുക്ക് ഇന്നത്തോടെ ഈ വീഡിയോ ഇവിടെ പൂർത്തീകരിക്കാം. Guys, enjoy the today's vlog and see you on next vlog with that. Bye.